ഹലോ കുട്ടീസ്, ലൈഫ് ഇസ് എ ജേർണി, ട്രാവൽ ഇറ്റ് വെൽ. നമ്മൾ ഇന്ന് പോകുന്നത് അടവി എക്കോ ടൂറിസത്തിലേക്കാണ്. സ്ഥലം പത്തനംതിട്ട ജില്ലയില് കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ. രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എങ്കിലും എവിടെ ഒരു കുറച്ച് സ്ഥലം കിട്ടി അവിടെയൊന്നും നെയ്യപ്പവും പരിപ്പോടെയും ഒക്കെ ശരിക്കും എണ്ണയുണ്ടായിരുന്നു, കുറേ എണ്ണ. പിന്നെ കുറച്ചൊക്കെ കഴിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് ഉണ്ടാവുന്നൊന്നും നല്ലൊരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്നാ എന്തെങ്കിലും സ്നാക്സ് കൂടെ ഒക്കെ കഴിച്ചിട്ട് വലിയ വിശപ്പൊന്നും ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കഴിച്ചത്. മെല്ലെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. സെറ്ററൊക്കെ ഞങ്ങളുടെ കൈ കരുതിയിരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, നല്ല വെളിച്ചമായിരുന്നു. ഫോറസ്റ്റ് ഏരിയ ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഡെസ്റ്റിനേഷനിലൊക്കെ എത്താറായി. അങ്ങനെ ഞങ്ങൾ അടവി എക്കോ ടൂറിസത്തിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്നു, പൂന്തോട്ടങ്ങളും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ സമയം അവിടെ നിന്നു. അവിടെ ആ എൻട്രൻസിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് ആ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ഈ പൂക്കളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോൾ ആ സൈഡിൽ ഭക്ഷണശാല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഐ ലവ് അടവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് കണ്ടില്ലേ, കണ്ടോ? ഞങ്ങളിങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ നോക്കിക്കേ, കൊട്ടവഞ്ചി കണ്ടില്ലേ? ആ കൊട്ടവഞ്ചി കുറേ എണ്ണം ഉണ്ട്, ഇഷ്ടം പോലെ. അതെല്ലാം കണ്ടു. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇനി നമ്മള് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കൊട്ടവഞ്ചി യാത്രയിലേക്ക് പോവുകയാണ്. ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ. പിന്നെ നിങ്ങൾ ഇതിന്റെ കോലം ഒന്നും കണ്ടിട്ട് ഒന്നും പറയല്ല, അത് അവിടുന്ന് തരുന്നത്, ഞാൻ കൊണ്ടുവന്നേ അല്ല. ഇതാണ് നമ്മുടെ സാരഥി. 4 പേർക്ക് ഇരിക്കാം. കൊട്ടവഞ്ചി തുഴയുന്ന ആള് കൂടാതെ 4 പേർക്ക്. 4 പേർക്ക് കൂടി എന്തായാലും ഒരു 600 രൂപയാണ്. നല്ല തെളിമയാർന്ന വെള്ളം. നോക്കിക്കേ, കുറച്ച് സ്ഥലത്തൊക്കെ ഞങ്ങള് കയറി ഇറങ്ങിയൊക്കെ വെള്ളത്തിലൂടെ നടന്നു. പക്ഷെ അതിന്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ ഒരാൾ പൊക്കം കഷ്ടിച്ച് ഉണ്ടാവും. നല്ല തെളിഞ്ഞ വെള്ളവും യാതൊരു വിധമായ മാലിന്യങ്ങളോ ആ വെള്ളത്തിലില്ല. കണ്ണാടി പോലെ തെളിഞ്ഞു കിടക്കുന്ന വെള്ളം. നമുക്ക് അതിലൂടെ പോയപ്പോൾ ശരിക്കും ഈ വനഭംഗിയൊക്കെ നന്നായിട്ട് നിരീക്ഷിക്കാം. ഈ വനസൗന്ദര്യമൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 5:30 ആവുമ്പോഴത്തേക്കിന് ഇതിന്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറും. വൈകിട്ട് ഒരു 5:30 ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പുലിയും കടുവയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അപായ സൂചന വരികയാണെങ്കിൽ ഉടനെ അവര് അതിന്റെ സിഗ്നൽ കൊടുക്കും, പിന്നെ തിരിച്ചിഞ്ഞു പോരും. സേഫ്റ്റിയുടെ കാര്യമൊന്നും ആരും പേടിക്കുകയേ വേണ്ട. കാരണം എന്തെങ്കിലും അപായ സൂചനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവര് നിരീക്ഷണ ക്യാമറ വെച്ചിട്ടുണ്ട്. അതിലെല്ലാ വിവരങ്ങളും അറിയാൻ കഴിയാതെ അപ്പോഴേ അവർ സിഗ്നൽ കൊടുക്കുകയും നമ്മളെ ദൂരോട്ട് പോകണ്ടെന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്ത് നമ്മൾ തിരിച്ചു പോവുകയും. വട്ടം കറക്കട്ടെ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നമ്മളൊക്കെ പ്രായമൊക്കെ ചെന്നവരല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് തിരിച്ചിഞ്ഞു വന്നു. അപ്പോഴും കാണാം കൂട്ടത്തോടെ ആ പൂന്തോട്ടങ്ങളിൽ എല്ലാം കുരങ്ങന്മാരാണ്. നോക്കി ചാടി കളിക്കുകയാണ് മരങ്ങളിലെല്ലാം. ഞങ്ങൾ പിന്നെ പോയി അവിടെ കസ്തൂരി മഞ്ഞളിന്റെ പൊടിച്ചതുണ്ട്, മൈലാഞ്ചി പൊടിയുണ്ട്, പിന്നെ തേനുണ്ട്, പിന്നെ നമുക്ക് വാളംപുളി കാട്ടിലെ ഇതെല്ലാം ഉടനെ തന്നെ ഭക്ഷണശാലയിലേക്ക് പോയി. അവിടെ നല്ല ഭക്ഷണമാണ്. പിന്നെ വളരെ കുറച്ചു പേർക്കൊക്കെ തയ്യാറാക്കത്തുള്ളൂ. നേരത്തെ ചെല്ലുന്നവർക്കൊക്കെ ഉണ്ടാവും. മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു, മീൻ കറി വെച്ചതും ഉണ്ടായിരുന്നു. ഊണിനാണെങ്കിൽ 80 രൂപ. എല്ലാവർക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ കഴിയട്ടെ. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം.